നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ബ്രസീലും കൊളംബിയയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ബ്രസീൽ 2-1 വിജയിച്ച് കയറിയിരിക്കുന്നു. 3 പോയിൻ്റ് ബ്രസീൽ സ്വന്തമാക്കുകയും അതുവഴി നിലവിൽ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ സൗത്ത് അമേരിക്കൻ മേഖലയിൽ അർജൻറ്റീനയ്ക്ക് തൊട്ടുപിന്നിൽ 2ാം സ്ഥാനത്തേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. 2-1 വിജയത്തിൽ വിനി ജൂനിയറുടെ വെടിച്ചിൽ ഗോളുണ്ടായിരുന്നു വിജയത്തിലേക്ക് കൊണ്ടുപോയ ഗോള്. അതുപോലെ തന്നെ റാഫീഞ്ഞ പെനാൽറ്റിയിലൂടെ ഒരു ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. മറുഭാഗത്ത് കൊളംബിയയ്ക്ക് വേണ്ടി ലൂയിസ് ഡയസാണ് ഗോൾ അടിച്ചത്. ഈ വിജയം കൊണ്ട് ബ്രസീൽ എല്ലാം പെർഫെക്റ്റായി ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ബ്രസീലിൻ്റെ കളി എങ്ങനെയുണ്ടായിരുന്നു? അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. പ്രധാനമായും നമ്മളിതിനെ ആശ്രയിക്കുന്നത് ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പേർട്ടുകളുടെ നിരീക്ഷണവും മറ്റുമൊക്കെയാണ്. അതൊക്കെ റെഫർ ചെയ്ത് നമ്മുടെ അഭിപ്രായങ്ങൾ കൂടി ചേർത്താണ് അവതരിപ്പിക്കുന്നത്. റോഡ്രിഗോ കുട്ടീഞ്ഞോ, ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പേർട്ട്, അവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമമായ ഗ്ലോബോയിൽ ഈ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് ബ്രസീലിൻ്റെ കളിയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ബ്രസീൽ ഇപ്പോഴും ഹെവനിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, പക്ഷേ ഇത് ഹെല്ലുമല്ല. അതായത് ബ്രസീൽ ഇപ്പോഴും പറുദീസയിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ബ്രസീലിയൻ ഫുട്ബോൾ ടീമിൻ്റെ പ്രകടനങ്ങൾ നമ്മൾ കാണാറില്ലേ? പഴയ കാലത്തൊക്കെ ആരാധകർ ആവേശത്തിൻ്റെ പരകോടിയിലേക്ക് എത്തിച്ച പ്രകടനങ്ങൾ, അപ്പോൾ അത്രയും മികവിലേക്ക് ബ്രസീൽ എത്തി എന്നൊന്നുമില്ല. ഇപ്പോഴും പറുദീസയിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാണ് ഫുട്ബോൾ സ്വർഗത്തിൽ നിന്ന്. പക്ഷേ നരകത്തിലുമല്ല. സംഗതി മനസ്സിലായല്ലോ? ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് അല്ല, എന്നാൽ തീരെ മോശം പെർഫോമൻസ് എന്ന് പറയാനുമില്ല. അങ്ങനെയുള്ളൊരു പ്രകടനമാണ് ബ്രസീൽ നടത്തിയത് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം. എന്നിട്ട് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, ബ്രസീൽ ടീം വളരെ ബാലൻസ്ഡായ കൺവിൻസിങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് അല്ല 90 മിനിറ്റ് നടത്തിയത്. എന്നാലും ടീം വിജയിച്ച് കയറി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഡൊറിവാൾ ജൂനിയർ അവകാശപ്പെടുന്ന പോലെ ഓരോ കളിയിലും ഇമ്പ്രൂവ് ചെയ്തു വരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ഒരു ബാഡ് പെർഫോമൻസ് ആണ് എന്ന് പറയാൻ കഴിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പോസിറ്റീവ് പോയിൻറ്റുകളുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ കൊളംബിയയാണ് കൂടുതൽ ബാലൻസ്ഡായിട്ടും കളക്റ്റീവായിട്ടും ഈ ഒരു മത്സരത്തിൽ പ്രകടനം നടത്തിയത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം. പക്ഷേ ഈ അഡ്വേഴ്സിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴും ബ്രസീൽ ടീം വിജയിച്ച് കയറി എന്നുള്ളതിൻ്റെ പോസിറ്റീവ്നെസ് അദ്ദേഹം എടുത്തു പറയുന്നുമുണ്ട്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു കളിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ 10-15 മിനിറ്റ് ബ്രസീൽ കിടിലൻ പ്രകടനം തന്നെ നടത്തിയിട്ടുണ്ട്. അത് കാണാതിരിക്കാൻ പറ്റില്ല. അതായത് ബ്രസീൽ ടീമിൻ്റെ സ്റ്റാർട്ടിംഗ് 11 എങ്ങനെയായിരുന്നു? ഗോൾ കീപ്പറായിട്ട് ആലീസൺ, ഡിഫൻസിൽ ഗബ്രിയലും മാർക്കിഞ്ഞോസും, ഇരുപാർശ്വങ്ങളിലായിട്ട് അരാനയും വെൻഡേഴ്സനും, മധ്യനിരയിൽ ബ്രൂണോ ഗുയിമാറസിനും ഗേഴ്സനുമാണ് അവരുടെ മധ്യനിര നോക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടത്. റാഫീഞ്ഞ മുന്നേറ്റങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നു. റോഡ്രിഗോ, വിനി, ജാവോ പെഡ്രോ എന്നിവരൊക്കെ മുന്നേറ്റങ്ങളുമായിട്ടുണ്ടായിരുന്നു. ഇതാണ് ബ്രസീലിൻ്റെ ഒരു 11 ഉണ്ടായിരുന്നത്. എന്നാൽ കളിയുടെ ആദ്യത്തെ 10-15 മിനിറ്റ് നോക്കുക, വളരെ മികച്ച രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് ബ്രസീൽ ആ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. നിരവധി മുന്നേറ്റങ്ങൾ നടത്തുന്നു, ഇരു ഭാഗത്തേക്കും ഇരു പാർശ്വങ്ങളിലൂടെയും നീക്കങ്ങൾ നടത്തുന്നു. മുന്നേറ്റ നിരയിലെ താരങ്ങൾ അവരുടെ പൊസിഷനൊക്കെ മാറി മാറി വരുന്നു. അങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ അവർ നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെ തുടക്കത്തിൽ വിനി ജൂനിയർ ഒരു പെനാൽറ്റി വിൻ ചെയ്യുന്നുണ്ട്, അത് ഗോളാക്കി മാറ്റുന്നുമുണ്ട് റാഫീഞ്ഞ. അങ്ങനെ ബ്രസീലിയയിലെ ജനങ്ങൾ, കളി കാണാനെത്തിയ ആരാധകർ ആവേശത്തിൻ്റെ പരകോടിയിൽ. പക്ഷേ ഒരു 10-14 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കളിയാകെ മാറിപ്പോകുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, അവസാനമായിട്ട് ബ്രസീൽ ഒരു മികച്ച പ്രകടനം, ഒരു നീക്കം നടത്തിയ ഒരു 13-ാമത്തെയോ 14-ാമത്തെയോ മിനിറ്റിലൊക്കെ ആയിരിക്കും റോഡ്രിഗോയിലൂടെ നടത്താൻ വേണ്ടി ശ്രമിച്ച ഒരു നീക്കം. അതിനുശേഷം പിന്നീട് കാര്യങ്ങൾ മാറി മറിഞ്ഞു. എതിരാളികൾ കൃത്യമായിട്ട് പിടിമുറുക്കുന്നു. ഹാമേസ് റോഡ്രിഗസും മറ്റുമൊക്കെ ബ്രസീലിൻ്റെ ഏരിയയിലേക്ക്, ലൂയിസ് ഡയസും ഒക്കെ ചേർന്നുകൊണ്ട് ബ്രസീലിൻ്റെ ഏരിയയിലേക്ക് നീക്കങ്ങൾ ഉണ്ടാക്കുന്നു. ബ്രസീലിൻ്റെ മധ്യനിരയുടെ കെട്ടുപൊട്ടുന്ന കാഴ്ച. അത് കൂടുതൽ വഷളായത് 28-ാമത്തെ മിനിറ്റിൽ ഗേഴ്സിന് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വന്നു. പകരം ജോയലിൻഡൻ വന്നു. ജോയലിൻഡൻ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും മികവ് കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ഡ്യുവൽസിൽ പുറകോട്ട് പോകുന്നു, എതിരാളികളെ മാർക്ക് ചെയ്യുന്നതിൽ അദ്ദേഹം പുറകോട്ട് പോകുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് കൊളംബിയ മുതലെടുത്ത് ബ്രസീലിൻ്റെ ഏരിയയിലേക്ക് ആക്രമണങ്ങളുമായിട്ട് വന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഒരു ബ്രസീലിയൻ മിസ്റ്റേക്ക് മുതലെടുത്തുകൊണ്ട് അവർ ലൂയിസ് ഡയസിലൂടെ ഗോൾ അടിക്കുകയും ചെയ്തു. ഇടവേള സമയത്ത്
മത്സരം 1-1 സമനില. അതായത് ആദ്യ 10-15 മിനിറ്റ് ഘട്ടത്തിൽ ജാവോ പെഡ്രോയും വിനീഷ്യസും റാഫീഞ്ഞയും റോഡ്രിഗോയും ഒക്കെ അടങ്ങുന്ന മുന്നേറ്റ നിര ചിത്രത്തിലുണ്ടായിരുന്നെങ്കിൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ഏരിയകളിൽ അവർക്ക് ബോൾ കിട്ടാത്തത് കാരണം അവരങ്ങ് ഡിസപ്പിയർഡ് ആയിപ്പോയ ഒരവസ്ഥയാണ് ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ആദ്യ പകുതിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. ബ്രസീൽ ടീമിന് ആദ്യ 15 മിനിറ്റ്, ഫസ്റ്റ് 10 to 15 മിനിറ്റ്സ് തീർച്ചയായിട്ടും വളരെ എക്സലൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. അതിനുശേഷം എതിരാളികൾ ഡൊമിനേറ്റ് ചെയ്യുകയായിരുന്നു. ജാവോ പെഡ്രോ യഥാർത്ഥത്തിൽ ഒട്ടും മികവ് കാണിച്ചില്ല എന്ന് പറയേണ്ടി വരും. ടെറിബിൾ പെർഫോമൻസാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. കളിയിൽ സ്വാഭാവികമായിട്ടും തൻ്റെ അത്ര ഒരു മികച്ച പ്രകടനം വിനി നടത്തിയെന്ന് പറയാനില്ല. അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പല ഘട്ടങ്ങളിലും പുവറായിരുന്നു, തർക്കമില്ല. നല്ല നീക്കങ്ങൾ നടത്തും, കീ മൊമെൻറ്റുകളിൽ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നതിൽ പരാജയപ്പെടും. അപ്പോൾ ഗോൾ അടിക്കാനുള്ളൊരു അവസരം വരുമ്പോൾ അത് ഷോട്ട് ചെയ്യാതെ പോകുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വിനി മോശമല്ലാത്ത പെർഫോമൻസ് തന്നെ നടത്തി എന്ന് പറയേണ്ടി വരും ആദ്യ പകുതിയിൽ. പിന്നെ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡ് ഡിവോ അവർ ഒരുമിച്ച് വന്നപ്പോൾ, അതായത് ഗേഴ്സൺ പോയതിന് ശേഷം ജോലിൻ്റനും ബ്രൂണോ ഗുയിമറസും ഒരുമിച്ച് നിന്നപ്പോൾ ഒട്ടും മികവ് കാട്ടിയിട്ടില്ല ആ ഡിവോ എന്ന് പറയേണ്ടി വരും. അതേസമയം ഗേഴ്സൺ ഫാർ ബെറ്റർ ആയിരുന്നു ജോലിൻ്റനേക്കാൾ. ഇനി ഒരു സംശയം, എന്തിനാണ് ഈ ജോലിൻ്റനെ ഇങ്ങനെ ഡൊറിവാൾ ജൂനിയർ സ്ഥിരം സ്കോഡിലേക്ക് എടുക്കുന്നതെന്ന് പലർക്കും സംശയമുണ്ട്. എഡേഴ്സിനെ പോലൊരാൾ, അറ്റ്ലാന്റയുടെ എഡേഴ്സിനെ പോലൊരാൾ പുറത്ത് നിർത്തിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുകൂടി നോക്കുക. അദ്ദേഹത്തെ സ്കോഡിലേക്ക് എടുത്തതുപോലുമില്ല. പിന്നെ റോഡ്രിഗോ ഒരല്പം ഷെയ്യായി തോന്നി. കുറച്ചുകൂടി ബെറ്ററായിട്ട് അദ്ദേഹം ആദ്യ പകുതിയിൽ കളിക്കേണ്ടതായിരുന്നു. അതേസമയം റാഫീഞ്ഞ ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസാണ് നടത്തിയത് എന്ന തോന്നലാണ് നമുക്ക് ആദ്യ പകുതിയിൽ ഉണ്ടായത്. സ്വാഭാവികമായിട്ടും രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടക്കേണ്ടതായിരുന്നു. പക്ഷേ കോച്ച് അത്രയധികം പെട്ടെന്ന് അതിലേക്ക് പോകുന്നില്ല. ബ്രസീൽ ടീം രണ്ടാം പകുതിയിൽ തുടക്കത്തിൽ ചില നീക്കങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ നടന്നു. അതായത് ആദ്യ പകുതിയിലെ അത്രയും മികവിലേക്ക് പോയി എന്നല്ല, ആദ്യ പകുതിയിൽ ഒരു 10 മിനിറ്റ്, ആദ്യത്തെ 10-15 മിനിറ്റാണ് പറയുന്നത്, അത്രയും മികവിലേക്ക് രണ്ടാം പകുതിയുടെ തുടക്കം മുതലേ പോയി എന്നല്ല പറയുന്നത്. എന്നാലും കുറച്ചുകൂടി ബെറ്ററായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. മൂവുകൾ നടക്കുന്നു, ബ്രസീൽ ടീം ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകവെയാണ് പിന്നീട് സബ്സ്റ്റിറ്റ്യൂഷനുകളും കാര്യങ്ങളുമൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പരിക്ക് പറ്റി അദ്ദേഹം പുറത്തേക്ക് പോകുന്നുണ്ട് ആലിസൺ ബെക്കർ. അതിനു മുമ്പ് ജാവോ പെഡ്രോക്ക് പകരം മാത്യൂസ് കുഞ്ഞയെ കൊണ്ടുവരുന്നുണ്ട്. സോ മാത്യൂസ് കുഞ്ഞ കളിക്കളത്തിലേക്ക് വന്നതോടുകൂടി തീർച്ചയായിട്ടും ബ്രസീലിന് കുറച്ചുകൂടി മികവ് ഉണ്ടാവുന്ന നമ്മൾ കണ്ടു. ജാവോ പെഡ്രോ ഇന്ന് നിറം മങ്ങിയ പെർഫോമൻസാണ് നടത്തിയത്. മാത്യൂസ് കുഞ്ഞ വന്നതോടുകൂടി കുറച്ചുകൂടി മികച്ച രൂപത്തിലേക്ക് മാറുന്നു. വിനി ജൂനിയർക്ക് ഗോളടിക്കാനുള്ള അവസരം വരുന്നു. അദ്ദേഹം പക്ഷേ ഷോട്ട് ചെയ്യാതെ റാഫീഞ്ഞയ്ക്ക് പാസ് കൊടുക്കാനുള്ളൊരു ശ്രമം നടത്തിയത് അബദ്ധമായി പോയി. ഫൈനൽ ഡിസിഷൻ മേക്കിങ്ങിൽ അദ്ദേഹം ഇന്ന് ഒരല്പം ടെറിബിളായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ ഡിസിഷൻ മേക്കിംഗ് പുറകോട്ട് പോകുന്നുണ്ടായിരുന്നു. എന്തായാലും കളി പിന്നീട് പുരോഗമിക്കവേ ബെൻഡോക്ക് അവസരം കിട്ടുന്നു. ആലിസൺ ബെക്കർക്ക് പരിക്ക് പറ്റിയിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആലിസൺ ബെക്കർക്കും ആ കൊളംബിയൻ താരത്തിനും സാഞ്ചസിനും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കുറച്ച് സമയം ബ്രേക്ക് വരുന്നു. രണ്ടുപേരെയും പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ആ ബ്രേക്കിന് ശേഷം ബ്രസീൽ കുറച്ചുകൂടി മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സബ്സ്റ്റിറ്റ്യൂഷനുകൾ വരുന്നു. വെസ്ലി വാൻഡേഴ്സിന് പകരം വരുന്നു, ബ്രൂണോ ഗുയിമറസിന് പകരം ആൻഡ്രെ വരുന്നു, അങ്ങനെ റോഡ്രിഗോക്ക് പകരം സാവിഞ്ഞോ വരുന്നു. ഇതോടുകൂടി കുറച്ചുകൂടി അറ്റാക്കിംഗ് ഇൻറ്റൻഷൻ ബ്രസീൽ കാണിക്കുന്നുണ്ട്. അതിലെടുത്ത് പറയേണ്ട ഒരു പ്രകടനം വെസ്ലിയുടേതാണ്. വെസ്ലി ആകെ 10-11 മിനിറ്റേ കളിച്ചുള്ളൂ എങ്കിലും എതിരാളികൾക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. എതിർ ടീമിനെ അദ്ദേഹം തടഞ്ഞു നിർത്തിയെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ബ്രസീലിൻ്റെ നീക്കങ്ങളിൽ വളരെ വളരെ വിസിബിളായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ, പക്ഷേ ഇതൊക്കെയാണെങ്കിലും ആ ഒരു വിജയ ഗോൾ വരുന്നില്ലല്ലോ എന്നുള്ളതിൻ്റെ നിരാശ ആരാധകർക്കുണ്ടായ ഘട്ടത്തിലാണ് രണ്ടാം പകുതിയിൽ കളി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് വിനി ജൂനിയറുടെ ആ ഗോൾ വരുന്നത്. ഒരു ചെറിയ ഡിഫ്ലക്ഷൻ അതിലുണ്ടെന്നുള്ളത് സംഭവിക്കുന്നു. എന്നാൽ പോലും അദ്ദേഹം ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവിടെ നിന്ന് ഷോട്ട് ഉതിരിക്കാൻ തയ്യാറായി. അതിൻ്റെ ഫലമായിട്ട് വന്ന ഗോൾ തന്നെയാണത്. സോ മികച്ച ഗോളാണത്. ആ സമയം കൂടി നമ്മൾ പരിഗണിക്കണം. അത് വെച്ചുകൊണ്ടതൊരു മികച്ച ഗോളാണ്. ആ ഗോളിൽ ബ്രസീൽ വിജയിച്ച് കയറുകയായിരുന്നു. ഇനി രണ്ടാം പകുതി വിലയിരുത്തുമ്പോഴോ സിറ്റുവേഷൻ അനുസരിച്ച് മെച്ചപ്പെടുത്താൻ ബ്രസീൽ ശ്രമിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ എങ്കിലും
പൂർണ്ണമായിട്ടും ഇതൊരു മികച്ച രണ്ടാം പകുതി എന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. സബ്സ്റ്റിറ്റ്യൂഷനുകളൊക്കെ വന്നു, 7 സബ്സ്റ്റിറ്റ്യൂഷൻ ബ്രസീൽ നടത്തി. അതൊക്കെ വന്നപ്പോൾ കുറച്ചുകൂടി മികവിലേക്ക് പോയിട്ടുണ്ട്. സാവിഞ്ഞോയും അതുപോലെ തന്നെ വെസ്ലിയും ഒക്കെ മികവ് കാണിക്കുന്നു. ചിലരൊക്കെ ഇപ്പോൾ അർജൻറ്റീനയ്ക്കെതിരെ വെസ്ലിയെ സ്റ്റാർട്ട് ചെയ്യിക്കണം എന്ന് ആവശ്യപ്പെട്ട് വരെ തുടങ്ങിയിട്ടുണ്ട്. ഏതായാലും മധ്യനിരയിലെ നിർബന്ധിത മാറ്റങ്ങൾക്ക് ഇപ്പോൾ ഡൊറിവാൾ ജൂനിയർ നിർബന്ധിത മാറ്റങ്ങൾക്ക് വഴിവെക്കേണ്ട ഒരവസ്ഥയിലാണ്. കാരണം നമുക്കറിയാമല്ലോ, ബ്രൂണോ ഗുയിമാറസിന് സസ്പെൻഷനാണ്. അതുപോലെ ഗേഴ്സിൻ്റെ പരിക്ക് അദ്ദേഹം കളിക്കുമെന്ന കാര്യം ഉറപ്പില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മധ്യനിര ആകെ മാറ്റേണ്ട ഒരു അവസ്ഥയുണ്ടാകും. ഡിഫൻസിൽ ഗബ്രിയേൽ മെഗല്ലസിന് സസ്പെൻഷനാണ്, അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല അർജൻറ്റീനയ്ക്കെതിരെ. അപ്പോൾ അവിടെ മുറിയിൽ വരുമ്പോൾ അപ്പോൾ അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ എന്തായാലും അർജൻറ്റീനയ്ക്കെതിരെയുള്ള കളിക്ക് ബ്രസീലിൽ നടത്തേണ്ടതുണ്ട്. ആലിസൺ ബെക്കർക്ക് കളിക്കാൻ കഴിയുന്ന സാധ്യത അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 5 ദിവസത്തെ പ്രോട്ടോക്കോൾ കാര്യങ്ങളൊക്കെ CBF റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ, കൺകഷനുമായി ബന്ധപ്പെട്ടിട്ട് ആ പ്രോട്ടോക്കോൾ പാലിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അർജൻറ്റീനയ്ക്കെതിരെ കളിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ടാകും. അങ്ങനെയെങ്കിൽ അവിടെയും മാറ്റങ്ങൾ ഉണ്ടാകും. ബെൻഡോ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നു. അപ്പോൾ എന്തായാലും മാറ്റങ്ങളുമായിട്ടായിരിക്കും അർജൻറ്റീനയ്ക്കെതിരെ ഇറങ്ങുക എന്ന കാര്യം ഉറപ്പാണ്. എന്നാലും ഈ പെർഫോമൻസ് മതിയാവില്ല അർജൻറ്റീനയ്ക്കെതിരെ പിടിച്ചു നിൽക്കാനും വിജയിക്കാനും. പ്രത്യേകിച്ച് മധ്യനിരയിൽ കൂടുതൽ മികവ് കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തായാലും ബ്രസീലിൻ്റെ വിജയത്തിൽ ആരാധകർ ഹാപ്പിയാണ്. അപ്പോൾ കുട്ടീഞ്ഞോ പറഞ്ഞ പോലെ, അതായത് ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പേർട്ട് റോഡ്രിഗോ കുട്ടീഞ്ഞോ പറഞ്ഞ പോലെ, ബ്രസീൽ ഇപ്പോഴും പറുദീസയിൽ നിന്ന് ഏറെ അകലെയാണ്, പക്ഷേ ഇത് നരകവുമല്ല. അതാണ് ഈ കളിയെ വിലയിരുത്തുമ്പോൾ പറയാനുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.